നമ്പർ 80 മദ്രാസ് മെയിൽ, അതെന്ത് അങ്ങനെ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് സിനിമ കേട്ടിട്ടുണ്ട്. 80 മദ്രാസ് മെയിൽ 80കൾ നിങ്ങൾക്കറിയാം. മലയാള സിനിമയുടെ വാസം അങ്ങ് കോടമ്പാക്കത്തായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ കോടമ്പാക്കത്ത് മലയാള സിനിമ ഇങ്ങനെ വിലസി നടന്ന കാലത്തുള്ള ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അന്ന് ആളുകളെല്ലാം ഈ മദ്രാസ് മെയിൽ അതിൽ കയറി ചെന്നൈയല്ല കോടമ്പാക്കത്ത് ഇറങ്ങുന്നു. കോടമ്പാക്കത്ത് ഈ മെയിൽ തന്നെ മടങ്ങി വരുന്നു. അതായിരുന്നു അന്നത്തെ രീതി. അന്ന് അത് കഴിഞ്ഞപ്പോഴാണ് മലയാള സിനിമ കളറായി, അത് പലപ്പോഴും ഡിജിറ്റലായി കേരളത്തിലേക്ക് പറിച്ചു നട്ടു. അപ്പോൾ ആ കാലത്ത് ഒത്തുകൂടുന്ന, ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിലൊക്കെ കുറച്ച് ആൾക്കാർ കൊച്ചിയിൽ ഒത്തുകൂടി നമ്പർ 80 മദ്രാസ് മെയിൽ എന്ന പേരിൽ. ചരിത്രം 80കളിലേതാണ്. വാളയാർ ചുരം കടന്ന കുതിച്ചുപാഞ്ഞ മദ്രാസ് മെയിൽ വെള്ളിത്തിരയിലേക്കുള്ള സ്വപ്നഭാണ്ഡവുമായി കോടമ്പാക്കം തെരുവ് ലക്ഷ്യമാക്കി ടിക്കറ്റ് എടുത്തവർ. സിനിമ ജീവിതം നൽകിയവരും ജീവിതം സിനിമയ്ക്ക് നൽകിയവരും. ഇന്നത്തെ മലയാള സിനിമയ്ക്ക് വഴി തെളിച്ച തലമുറയുടെ സംഗമമാണ് കൊച്ചിയിൽ നടന്നത്. ₹38 ടിക്കറ്റ് എടുത്ത് മാതൃഭൂമി മനോരമ പേപ്പർ എങ്ങാനും വിളിച്ച് ട്രെയിനിൽ കയറി കിടന്ന് മദ്രാസിലെത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ. അന്ന് കോടമ്പാക്കം ബ്രിഡ്ജ് കയറി ഇറങ്ങാതെ നമുക്ക് സിനിമ എടുക്കാനൊക്കില്ല, ഒരു പടം എടുക്കാനൊക്കില്ല. തമിഴായാലും മലയാളമായാലും തെലുങ്ക് കന്നഡ എല്ലാം അവിടെ ആയിരുന്നു, അതിൻ്റെ ഒരു ഹബ്ബായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കോടമ്പാക്കം ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് AVM സ്റ്റുഡിയോ വരെ പോകുമ്പോൾ രണ്ട് വശത്തും ഇങ്ങനെ ആൾക്കാർ കാണും, നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ കോടമ്പാക്കത്തെ വായു ശ്വസിക്കാത്തവർ സിനിമയിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുക. കോടമ്പാക്കത്ത് അലഞ്ഞിരിഞ്ഞ് കിടക്കുക, ആ ഒരു സ്ട്രഗിളിങ് പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അന്ന് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് അത് വലിയൊരു ഗൃഹാതുരത്വമുള്ളൊരു ഓർമ്മയായി മാറി. അഭിനേതാക്കൾ മുതൽ ലൈറ്റ് ബോയ് വരെ ഒത്തുചേർന്ന അപൂർവത, എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മകളുടെ കടലിരമ്പം. ഇതൊരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്. 80s കോടമ്പാക്കത്ത് സിനിമ സ്വപ്നം കണ്ട് ചാൻസ് ചോദിച്ച് നടന്ന, ഡയറക്ടറാവാൻ, അഭിനേതാവാൻ, പാട്ടുകാരനാവാനൊക്കെ ചാൻസ് ചോദിച്ച് നടന്ന ഒരു വലിയ സംഘം കലാകാരന്മാരുടെ കൂട്ടായ്മയാണത്. ഞങ്ങൾക്ക് ഇനി പറഞ്ഞാൽ മദ്രാസ് മെയിൽ എന്ന് പറയാൻ, മദ്രാസ് മെയിൽ കയറാത്തവരാരില്ല. നമ്മുടെ ഒരു ആദ്യ കാലഘട്ടം മുഴുവൻ മദ്രാസ് മെയിൽ തന്നെയായിരുന്നു. പിന്നെയാണ് ബാക്കിയുള്ളതിലേക്ക് പോയത്. എല്ലാവരെയും കൂടെ ഒന്നിച്ചൊന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്തൊരു സന്തോഷം, പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണ്. എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമല്ലേ. ഞാൻ പറഞ്ഞത് ഞങ്ങൾ 75 തൊട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഇത് സിനിമ വന്നിട്ട് 50 വർഷമുണ്ട്. ഐ എം വെരി ഹാപ്പി. ഓരോരുത്തരും നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ പഴയ ഓർമ്മകളും എല്ലാമായിട്ട് വളരെയധികം സന്തോഷം. ഡബ്ബിംഗ് കലാകാരി ഭാഗ്യലക്ഷ്മിയുടെയും നടി മേനകയുടെയും നേതൃത്വത്തിലാണ് 80s മദ്രാസ് മെയിൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാവരും ഇമോഷണലി വല്ലാതെ ബോണ്ടിങ് ആണ് ഈ കൂട്ടായ്മയിൽ. ഇവിടെ വരുമ്പോഴാണ് എല്ലാവർക്കും ഒന്നിച്ച് കാണാൻ പറ്റുന്ന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് തുടങ്ങിയിട്ട് ഫെയിലിയർ ആയില്ലല്ലോ എന്ന്. ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുക എന്ന് പറയുന്നത് മാത്രം. വരും വർഷങ്ങളിലും ഇവർ ഒത്തുചേരും, കാലം മുറിപ്പെടുത്താത്ത ഓർമ്മകളുമായി. 24 കൊച്ചി. എന്തായാലും സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു ഇവരെയൊക്കെ ഒന്നിച്ച് കാണാൻ. ഇപ്പോൾ 80s കോടമ്പാക്കത്ത് ചേക്കറി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറുകയും ചെയ്ത ഒരുപാട് പ്രതിഭാധനായ ആൾക്കാരെ അവിടെ കണ്ടു. സുരേഷ് കുമാർ പറഞ്ഞ പോലെ കോടമ്പാക്കത്തെ പാലം കടന്നുപോയവരാണ് അവരെല്ലാവരും. എന്തായാലും ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് ആശംസകൾ. രസമുണ്ട്, കാര്യം നമുക്ക് ഇത്തരം ഒരു നൊസ്റ്റാൾജിയാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം സുഖമുള്ള കാലമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഈ കാലവും കടന്നു പോകും, അതാണ് പ്രശ്നം.